സർക്കാരിന് വലിയ തലവേദനയായി ഇപ്പോഴും നിൽക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. രഞ്ജിത്ത്, ബ്രൂവറി തന്നെ, ഈ ബ്രൂവറി വിഷയത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണല്ലേ കോൺഗ്രസ്? കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് അവർ പോവുമല്ലേ? ഇന്നിപ്പോ ഈ പ്രതിഷേധ മാർച്ചുണ്ട്, യൂത്ത് കോൺഗ്രസ് ലോങ് മാർച്ച് അല്ലെങ്കിൽ. അപ്പോൾ എന്താണ് ഈ എലപ്പുള്ളിപ്പാറ ജംഗ്ഷനിൽ നിന്നും പാലക്കാട്ടേക്ക് 10 കിലോമീറ്റർ നീളുന്ന ലോങ് മാർച്ചാണെന്ന് മനസ്സിലാക്കുന്നു, അങ്ങനെ തന്നെയല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഇന്ന് ലോങ് മാർച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല സ്ഥലം സന്ദർശിച്ച് അവിടെ സമരം നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ഈ പഞ്ചായത്ത് അറിഞ്ഞില്ല എന്നുള്ള വാദം നിൽക്കില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ 1, 2, 3 ഡോക്യുമെന്റ്സ് ഒക്കെ പുറത്തുവിട്ടിരുന്നു. പക്ഷെ അപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കള്ളക്കളിയിൽ ഊന്നിക്കൊണ്ട് സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിൽ പ്രത്യേകിച്ച് ഈ ടെൻഡറിൽ എങ്ങനെയാണ് ഒറ്റ കമ്പനി മാത്രം വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ ടെൻഡർ ഈ ഒയാസിസ് കമ്പനിക്ക് കിട്ടിയതിലുള്ള ദുരൂഹതകൾ, അതുപോലെ തന്നെ അവിടുത്തെ ജലചൂഷണം പോലുള്ള വിഷയങ്ങളൊക്കെ മുൻനിർത്തി സമരം ചെയ്യാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ രമേശ് ചെന്നിത്തലയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. മന്ത്രി എം വി രാജേഷ് പാലക്കാട്ട് തന്നെ കേന്ദ്രീകരിച്ച് ഓരോ വിവാദത്തിനും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുമായി മുന്നോട്ട് പോകും എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. പക്ഷേ അതേസമയം തന്നെ വലിയ സമരമുറകളുമായി കോൺഗ്രസ് മുന്നോട്ട് വരുന്നു. യൂത്ത് കോൺഗ്രസ് ഇന്ന് ലോങ് മാർച്ച് 10 കിലോമീറ്ററോളം നടന്ന് ലോങ് മാർച്ച് നടത്തുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഇനിയും കൂടുതൽ സമരങ്ങളുമായി മുന്നോട്ട് വരും. നേരത്തെ സൂചിപ്പിച്ച പോലെ രമേശ് ചെന്നിത്തല നേരിട്ട് സ്ഥലം സന്ദർശിച്ച് പഞ്ചായത്ത് അധികൃതരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ ജലചൂഷണം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഇതിലെ ഈ ടെൻഡർ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരമായി മുന്നോട്ട് പോകാനായിരിക്കും കോൺഗ്രസ് തീരുമാനിക്കുക.